ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ഇന്ത്യൻ ബൈക്കുമായിട്ടാണ് എൻ്റെ അനിയനിപ്പോൾ കളിച്ചത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ ബൈക്ക് കളിക്കാൻ വിചാരിച്ചു. ഇവനൊക്കെ ഇന്ത്യൻ ബൈക്ക് പറഞ്ഞാൽ ഇതുപോലെ സ്വർഗം പോലത്തെ സാധനം തോന്നും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ജെറ്റ് പാക്കിൽ റൈഡിന് പോവാണ്. റൈഡ് വെച്ചാൽ നേരെ ആകാശത്തേക്കല്ല, നേരെ ഇപ്പം ഗൈസ് റോട്ടിലാണുള്ളത്. നമുക്ക് ഇന്നത്തെ പരിപാടി വെച്ചാൽ സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു സെറ്റപ്പ് സംഭവം ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ തന്നെ കുറച്ച് ബാക്കിൽ അല്ല, കുറച്ച് സൈഡിൽ സ്ഥലമുണ്ട്. അപ്പം ആ സൈഡ് ആ ബ്രൗൺ ഇത്, അപ്പം ആ സ്ഥലത്ത് നമുക്കൊന്ന് ലാൻഡ് ഈ മരുഭൂമിയിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇപ്പം ഈ സ്ഥലത്ത് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഒരു എക്സ്ട്രാ പ്ലെയിൻ എയർപോർട്ടാണ്. എയർപോർട്ട് ഉണ്ടാക്കാൻ എനിക്ക് പോലും അറിയൂല, ബട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കാനാണ് പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് വെക്കേണ്ടത് വെച്ചാൽ ഞാൻ സ്റ്റാർട്ടിങ് പോയിന്റ് വെക്കട്ട് M2 എന്നാണ് സ്റ്റാർട്ടിങ്ങിൻ്റെ ഇത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഫിനിഷ് ആയിട്ട് അപ്പം സ്റ്റാർട്ടായി, എയർപോർട്ടായി. ഇനി എസ് അല്ല, S1 അടിക്കാം. 3 ഒന്ന് ഓണാക്കിയിട്ട് ചെയ്യാം. സ്ട്രീറ്റ് ഓണായിട്ടുണ്ട്. അപ്പം ഈ സ്ട്രീറ്റ് ഇത് ഇപ്പം ഒരു റോഡ് കിട്ടി. ഇനി ഈ സ്ഥലം ഈ സ്ട്രീറ്റ് നേരെ പോവും. അപ്പം ഈടെയാണ് നമ്മൾ റൺവേ വിചാരിക്കുന്നത്. റൺവേ റെഡിയായി. അപ്പം റൺവേ ഇനിയും റെഡിയാക്കണം. റൺവേക്ക് വേണ്ടിയിട്ട് ഞാൻ S2 അല്ല 1നെ വൺസ് മോർ അടിക്കാനാണ് പോകുന്നത്. S1 അടിക്കാൻ പരത്തി വരും. ഈ മോഡ് ഓണാക്കേണ്ട സമയമാണ്. അപ്പം മോഡ് ഓണാക്കിയിട്ടുണ്ട്. ഫോൺ അടിയിൽ വെച്ചിട്ട് സോ വൺസ് മോർ ഗൈസ് ഒന്നും കൂടി ചെയ്യണം. അപ്പം ഇത് ഇപ്പോൾ ചത്തുവെന്ന് കേസ് വെച്ചാൽ നമ്മളിപ്പം എത്രത്തോളം ചെയ്താലും ചിലപ്പോൾ ചത്തു. ആ ചത്തു പോയിരുന്നു. ആ ചത്താൽ കത്താം. सो एक प्लान में करता था. सो मेरा एक प्लान क्या करता था. सो വൺസ് മോർ അങ്ങോട്ട് പോവാം. ഒന്നുമില്ല, ഇപ്പം M1 ഒന്നും കൂടി അടിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്കിപ്പം വേറെ രീതിയിൽ എന്തെങ്കിലും കണ്ടുപിടിക്കുക എന്തെങ്കിലും ചെയ്തിട്ട് ഇവിടെ ഭംഗിയുള്ള സ്ഥലമാക്കലാണ് നമുക്ക് ഇന്ന് കിട്ടിയ ലക്ഷ്യം. ബട്ട് ഫസ്റ്റ് തന്നെ ഞാൻ അടിക്കാൻ പോകുന്നത് M1 ആണ്. M1 അതായത് M2 ആണ്, സോറി M3 ആകുമോ നോക്കാം. സ്റ്റാർട്ട്. നമുക്ക് വേറെ എൻ്റെ ഈ സൈഡിൽ S1 അടിക്കാം. ഇനി അടിക്കേണ്ടത് വെച്ചാൽ മോഡ് ഓണാണ്.
റൺവേസ് ഒന്നും ഇതുവരും ഒരു എയർപോർട്ടിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പോൾ ചക്ക് guys. സ്റ്റാർട്ടായി. അപ്പം ഇനി റോഡ് വെക്കണം. ബട്ട് 6 അടിച്ചിട്ട് എന്തെങ്കിലും വരും നോക്കാം. ഇഫ് വന്നതിനെങ്കിൽ ഭാഗ്യം, ഒരു ഭാഗ്യം. റാമ്പ്, ഈ റേമ്പ വന്ന് റാമ്പിനെ നമുക്കൊന്ന് സൈഡാക്കാം. ഒന്നും കിട്ടുന്നില്ല. എന്നാൽ ഒരു കാറ് കുറച്ച് എന്തെങ്കിലും വെച്ച് ഒന്ന് പിടിപ്പിക്കണം. അപ്പം എന്തായാലും S1 അടിച്ച് നോക്കാം. എന്തായാലും ഒന്നും കൂടിയും S1ൻ്റെ വേഗം വരും. S2 ചിലപ്പോൾ എന്താണ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ഇങ്ങനെ ഒരു പാത്ത് റെഡിയാവും. ഒരു പാത്തിനപ്പുറം സെക്കൻഡ് പാത്ത് കൂടി കിട്ടി ഗേസ്. നോക്കണ്ട, ഫോൺ വെച്ചിട്ട് ഈ സാധനം ഡിലീറ്റ് ചെയ്തത്. അപ്പം ഇനി M4 അടിച്ചു നോക്കാം. M4 ചിലപ്പോൾ നല്ലതായിരിക്കും. M4 വരില്ല. അപ്പം M3 വൺസ് മോർ അടിക്കുന്നുണ്ട്. ഒരു സ്റ്റാർട്ട് ഏജൻസി വന്നിട്ടുണ്ട്. അപ്പം നമ്മളെ സ്ഥലം റെഡി. എൻ്റെ ഇങ്ങനെ ഒന്ന് മോഡ് ഓഫ്
ഇട്ടിട്ടുണ്ട്, അതാണിപ്പം വേണ്ടത്. ആൻഡ് ഇനി S1 അടിക്കാം. നേരെ തന്നെ റോഡ് കടക്കും. റോഡിലോട്ട് ഇവിടെ ഈ സാധനം പോകും. നമ്മുടെ ഡ്യൂട്ടിയും കൂടി കഴിഞ്ഞ് അതിൽ വൺസ് ഒന്ന് ആ കല്ല് ചിലപ്പം പറയാൻ പറ്റില്ല, നമുക്ക് കല്ല് താഴത്തിടാൻ കഴിയില്ല, അത് ഓട്ടോമാറ്റിക്കലി പോയി പോകും. പിന്നെ ഒരു റോഡ് ക്രിയേറ്റ് ചെയ്യും. റോഡ് ഇനി നമുക്ക് RGS കാറെ കുഞ്ഞ് വണ്ടിയായ ലംബോർഗിനി എടുക്കുക. ലംബോർഗിനി വരും. ലംബോർഗിനി 88 നമുക്ക് ബുഗാട്ടിനെ വിളിക്കാം. നല്ല റോഡ് റെഡി ആയതുകൊണ്ട് ഇപ്പം റോഡ് എന്താ റോഡ് സ്മൂത്ത് സാധനം അല്ലേ. എക്സ്ട്രാ റോഡും കൂടി വന്നതാണ്, മാറ്റില്ല. ഇങ്ങനെ അഥവാ അങ്ങനെ വരാം. എനിക്കിങ്ങനെ കളിക്കാനൊക്കെ നല്ല ഡ്രസ്സുണ്ട്. ഇങ്ങനെ ഇപ്പോൾ റേസ് ട്രാക്ക് റെഡിയാക്കണം നമുക്ക്. അതിന് സ്പീഡ് എടുക്കുമ്പോൾ പറഞ്ഞാൽ നമുക്കിപ്പം നേരെ ഇവിടെ എത്താം. ഇടന്നിട്ട് ഒന്നും കൂടി വരും. ഇങ്ങനെ അടുത്തൊന്നും ഇങ്ങനെ പോവാം. വെറുതെ ഒന്ന് അങ്ങോട്ട് പോയിട്ട് കളിക്കാം. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, പിന്നെ ഷെയർ, പിന്നെ സബ്സ്ക്രൈബ്. ഇനി സാധനങ്ങൾ ഇടാൻ മറക്കരുത്, ഇടണം എപ്പോഴും. അപ്പം ബൈ.